മിസ്റ്റർ രാമേന്ദ്രൻ, സൂററ്റിൽ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിനെതിരായി പത്രിക കൊടുത്തിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക അസാധുവാകുകയും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെല്ലാം പിൻവാങ്ങുകയും ചെയ്തതോടെയാണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടായത്. അങ്ങനെ ആദ്യത്തെ വിജയം ബി ജെ പിക്ക് ലഭിച്ചു. അതെ, ഇങ്ങനെയൊരു സാഹചര്യം സാധാരണയല്ല, അതെ, എന്നാൽ അസാധാരണവുമല്ല. അതെ. ഇതിൻ്റെ രാഷ്ട്രീയവും നൈതികവുമായ കാര്യം വിശദീകരിക്കാം. അതെ, ഈ ജയിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ആണ്. അദ്ദേഹം 5 തവണ അവിടുന്ന് കോർപ്പറേഷൻ കൗൺസിലർ ആയിരുന്ന ആളാണ്. തോറ്റയാൾ നിലേഷ് കുംബാനി എന്ന് പറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. ഈ തോറ്റ സ്ഥാനാർത്ഥി ഈ സംഭവം നടന്ന ശേഷം ഈ പത്രിക പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമില്ലെങ്കിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കാം എന്നാണ് നിയമം. അങ്ങനെ വിജയിയായിട്ട് മറ്റേ ദലാലിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല കുറേ മണിക്കൂർ നേരത്തേക്ക്. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വത്തിനൊക്കെ ഇത് ബി ജെ പിയുടെ എന്തോ പാതകമാണ് എന്ന് വരുത്തണമല്ലോ. അതുകൊണ്ട് മറ്റേ സിംഗ്വി ഇലക്ഷൻ കമ്മീഷനിൽ ഒരു സംഘവുമൊക്കെ ആയിട്ട് പോയിട്ട് സൂറത്തിൽ തിരഞ്ഞെടുപ്പ് വേറെ നടത്തണം, നീട്ടിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുകയുണ്ടായി. അതിന് സമാന്തരമായിട്ടാണ് കോൺഗ്രസ്സുകാർ വിളിച്ചു നോക്കുമ്പോൾ ഗുജറാത്തിൽ ഈ ഫോൺ സ്വിച്ച് ഓഫാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഇപ്പോഴാണ് വാർത്ത വരുന്നത് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പത്രിക കൊടുത്തിരുന്ന നിലേഷ് കുംബാനിയും ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിരുന്നു ഈ പോകുന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ഹാർദിക് പട്ടേലിൻ്റെ വലിയ സുഹൃത്താണ് ഈ നിലേഷ് കുംബാനി. ഹാർദിക് പട്ടേൽ ബി ജെ പിയിൽ ചേർന്നാണല്ലോ. അപ്പോൾ ഹാർദിക് പട്ടേൽ വഴി ഒരു ഓപ്പറേഷൻ നടത്താവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ. പക്ഷേ ബി ജെ പിയിലേക്ക് ചേരുന്നതോടുകൂടി ഈ കോൺഗ്രസിൻ്റെയും കൂടെ നിൽക്കുന്നവരുടെയൊക്കെ വായടഞ്ഞു പോവുകയാണ്. ഈ നിലേഷ് കുംബാനിക്ക് 44 വയസ്സാണിപ്പോൾ ഉള്ളത്. മുമ്പ് ഈ പട്ടിദാർ പ്രക്ഷോഭം ഉണ്ടായിരുന്നില്ലേ, സംവരണം ബന്ധപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട് 8 ലക്ഷത്തോളം പേര് വരുന്ന സൂറത്തിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സംഘാടകരിൽ ഒരാളാണ് ഈ കുംബാനി. ആ സമയത്താണ് ഈ ഹാർദിക് പട്ടേലുമായിട്ട് വലിയ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതെ, വളരെ പ്രശസ്തമായിരുന്നു. എന്നിട്ട് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അവിടുന്ന് കൗൺസിലർ, പിന്നെ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിൻ്റെ കൗൺസിലറാണ്. അതെ, ജയിച്ചു. അല്ല, കഴിഞ്ഞ തവണ തോറ്റുപോയി കേട്ടോ. ആ സമയത്ത് ഒരു താരശോഭയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ജയിച്ചു. പക്ഷേ ഈ അത് കഴിഞ്ഞും ആ സമയത്തുമൊക്കെ വലിയ തോതിൽ ഭൂമി കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു സൂറത്തിൽ. അങ്ങനെ സമ്പന്നനാവുകയൊക്കെ ചെയ്തു വലിയ തോതിൽ. അത് കഴിഞ്ഞ് ഹാർദിക് പട്ടേലിൻ്റെ സുഹൃത്തായതുകൊണ്ട് ഈ അമ്രേലി ജില്ലക്കാരനാണ് ഇയാൾ. അമ്രേലിയിൽ നിന്ന് സൂറത്തിൽ വന്ന് ഭൂമി കച്ചവടം ചെയ്യുന്ന ആളാണ്. ഹാർദിക്കിനോടൊരു സീറ്റ് ചോദിച്ചിരുന്നു പിന്നീടുള്ള ഘട്ടത്തിൽ. അപ്പോൾ പക്ഷേ കംറേജ് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് സീറ്റ് ചോദിച്ചിരുന്നത്. പക്ഷെ സീറ്റ് കൊടുത്തില്ല കോൺഗ്രസ്. പകരം അശോക് ജിറാവാല എന്ന് പറഞ്ഞ ആളെയാണ് നിർത്തിയത് അവർ. അപ്പോൾ ബി ജെ പിയോട് ആ ആൾ തോറ്റും പോയി. 2021 തെരഞ്ഞെടുപ്പിൽ കുംബാനിയും തോറ്റുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം. ഈ കോർപ്പറേഷനിലേക്കൊക്കെ ഒരു തവണ ജയിച്ചത് കൊണ്ട് ഇത്തവണ ഈ സീറ്റ് കൊടുത്തത്. അവിടെ ഈ പട്ടേൽമാർക്ക് 6.5 ലക്ഷം വോട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അവിടുത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നുണ്ട്. 18 ലക്ഷം വോട്ടർമാരുണ്ട് എന്ന് പറഞ്ഞാൽ വരുത്തനാണല്ലോ. വേറൊരു ജില്ലയിൽ നിന്ന് സൂറത്തിലേക്ക് വന്നയാളെ ഇയാളെന്തിനാ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ പോലും പട്ടേലാണ്, അതുകൊണ്ട് പട്ടേൽ വോട്ടുകൾ കുറച്ച് സമാഹരിക്കാൻ ബി ജെ പിയുടെ ഒരു വലിയ സ്വാധീന പ്രദേശമായതുകൊണ്ട് സാധ്യതയൊക്കെ വളരെ കുറവാണ്. എങ്കിലും കോൺഗ്രസിൻ്റെ ന്യായം അതായിരുന്നു. ഈ പത്രികയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഇയാൾ തന്നെയാണ് ചെയ്തത്. 3 സെപ്പറേറ്റ് ഫോമുകൾ ഇയാൾ കൊടുത്തിരുന്നു. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരുന്നു. അതിൽ ഓരോന്നിലും ഓരോ ആളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്.
ഇയാളെ. ഒരെണ്ണത്തിൽ നിർദ്ദേശിച്ചത് ജഗദീഷ് സവാലിയ എന്ന് പറഞ്ഞ ആളാണ്. അത് ബ്രദറിൻ ലോ ആണ് ഇയാളുടെ. വേറൊന്ന് ധ്രുവിൻ ദമേലിയ എന്ന് പറഞ്ഞ അനന്തരവനാണ്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിലാണ്, ബന്ധുക്കളെയാണ്. അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പിന്നെ ഒരെണ്ണം രമേഷ് പോൽധ എന്ന് പറഞ്ഞ ഒരാൾ, അത് ബിസിനസ് പങ്കാളിയാണ്. അങ്ങനെ 3 പത്രികകളാണ്. ഡമ്മി എല്ലാം അവരായിരുന്നു. അല്ല, ഡമ്മി വേറൊരാൾ സുരേഷ് പാഠശാല എന്ന് പറഞ്ഞ കോൺഗ്രസ് ആയിരിക്കുമല്ലോ. അതും ഇയാളുടെ സ്വന്തക്കാരനാണ്. അടുത്ത സുഹൃത്തും ബിസിനസ് ബന്ധുവും ഒക്കെയാണ്. സുരേഷ് പാഠശാല എന്ന് പറഞ്ഞ ഡമ്മിയം ഇയാൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അയാളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത് വിശാൽ കൊലാഡിയ എന്ന് പറഞ്ഞൊരാൾ. ഈ ആളുകളെ മുഴുവൻ ഈ ഒരുക്കി കൊണ്ടുവന്നത് ഈ നിലേഷ് കുംഭാനി തന്നെയാണ്. അത് കഴിഞ്ഞ് ഈ റിട്ടേണിംഗ് ഓഫീസർ നോക്കുമ്പോഴാണ് ഈ നിർദ്ദേശിച്ച 4 പേരുടെയും ഒപ്പ് വ്യാജമാണ്. ഇവർ നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. അത് കുംഭാനി തന്നെ ഇട്ടതായിരിക്കും. എന്തായാലും ആ 4 പേരെയും വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ മൊഴി കൊടുത്തത് ഞങ്ങളുടെ ഒപ്പല്ല എന്നാണ്. അങ്ങനെയാണ് ഇത് തള്ളിയത്. 4 പേരുടെയും സത്യവാങ്മൂലം അതിലുണ്ട് താനും. അപ്പോൾ 2015 മറ്റേ പ്രക്ഷോഭം. 6 ലക്ഷം പേരാണ് സൂറത്തിൽ റാലിയിൽ പങ്കെടുത്തത്. 2015 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഈ പട്ടേൽ സംഘടനയും ഒന്നിച്ചു ചേർന്ന് ഈ കോൺഗ്രസ് ടിക്കറ്റിൽ ആണ് ഇവർ മത്സരിച്ചത്. 17-ാം വാർഡിൽ നിന്നാണ് അന്ന് കുംഭാനി ജയിച്ചത്. തോൽപ്പിച്ചത് BJP ആണ്. അങ്ങനെ ഒരു പശ്ചാത്തലം ഇയാൾക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു പാപ്പരത്വമല്ലേ കാണിക്കുന്നത്. അതെ, അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ പോലും അവിടുത്തെ ജില്ലാ ഘടകത്തിന് വേണ്ടത്ര സൂക്ഷ്മതയില്ല. ഒരു ഡമ്മി സ്ഥാനാർത്ഥി, ഒരുപക്ഷെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയുടേത് എന്തെങ്കിലും കാരണത്താൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടാൽ അടുത്തൊരു രണ്ടാമൻ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് അവിടെ വേണ്ടേ. ഇതൊന്നുമില്ലാത്ത തരത്തിൽ ഇത്രയും അയഞ്ഞ ഒരു മെഷീനറിയാണ് അവിടെ. സംഘടനയൊക്കെ തകർന്നു പോയിരിക്കുന്നു. അതാണ് കോൺഗ്രസ്. അതായത് ഒപ്പിടാൻ പോലും ഉള്ള ആളുകളില്ല. തോന്നിയ പോലെ ഒരാളിൻ്റെ ഒപ്പ് പലരുടെ ഒപ്പ് ഒരാൾ തന്നെ ഇട്ടിട്ട് പത്രിക സമർപ്പിക്കും. അപ്പം ഇത് അറിഞ്ഞും കൊണ്ട് ഇത് തള്ളട്ടെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ആക്കിയതാണല്ലോ. അതെ, നേരത്തെ തന്നെ ഈ ഹാർദിക് പട്ടേൽ വഴിയൊക്കെ ബന്ധപ്പെട്ട് കാണാനാണ് സാധ്യത. അപ്പോൾ അവിടെ ഇങ്ങനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ഒരു BJPയുടെ വിജയ സാധ്യത കളമൊരുക്കുകയായിരുന്നു. അത് തന്നെ. കാരണം ഇയാൾ പിന്നീട് അവസാനം BJPയിൽ തന്നെ ചേരുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ശരിക്കും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സിനെ നാണം കെടുത്താൻ പറ്റിയ ഒരു ഇലക്ഷന് തെരഞ്ഞെടുപ്പിന് മുമ്പ്, വോട്ടെടുപ്പിന് മുമ്പ് നാണം കെടുത്താൻ പറ്റിയ ഒരു അവസരം ഉപയോഗിക്കുകയായിരുന്നു. അത് നമുക്ക് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമായിരുന്നു. മാത്രമല്ല 7 സ്വതന്ത്രന്മാർ പിൻവലിക്കുന്നു. 8ാമതായിട്ട് BSPയുടെ സ്ഥാനാർത്ഥി മറ്റേ പിൻവലിക്കുന്നു. BSP സ്ഥാനാർത്ഥി പ്യാരേലാൽ ഭാരതി എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹമാണ് അവസാനമായിട്ട് പിൻവലിച്ചത്. ആ പിൻവലിക്കലോടുകൂടി ഇദ്ദേഹത്തിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ബഹുജൻ സമാജ് പാർട്ടിയുടെയൊക്കെ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ വിലയ്ക്ക് വാങ്ങാവുന്ന ആളുകളാണെന്നർത്ഥം. അതെ, ആളുകളാണ് അവിടെ കൊണ്ട് നിർത്തുന്നത്. BSPയുടെ അവസ്ഥയും പരിതാപകരമാണല്ലോ ഉത്തർപ്രദേശിൽ. കാരണം ഇത്തവണ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 18 മുസ്ലിങ്ങളുണ്ട്, 10 ബ്രാഹ്മണരും ഉണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നതിൽ നിന്നൊക്കെ പിന്നോക്കം പോയിട്ട് മറ്റുള്ളവരുടെ വോട്ട് ബാങ്കിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പിന്നെ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ തന്നെ അത് BJPയെ സഹായിക്കുകയല്ലേ ഉള്ളൂ, മറ്റുള്ളവരുടെ വോട്ട് പിടിച്ചുകൊണ്ട് പോവുകയല്ലേ ഉള്ളൂ. ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് അപൂർവമാണെങ്കിലും പലപ്പോഴും ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. 2012 ഏറ്റവും അവസാനം സംഭവിച്ചത് ഉത്തർപ്രദേശിലെ കനൗജിൽ നിന്ന് ഡിംപിൾ യാദവ്, അഖിലേഷ് യാദവിൻ്റെ ഭാര്യ, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അത് അഖിലേഷ് യാദവ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് മത്സരിച്ച് ജയിക്കുമ്പോൾ ഒഴിവ് വന്നപ്പോഴാണ് അത് സംഭവിച്ചത്. അതിനു മുമ്പ് 1989 ശ്രീനഗറിൽ മുഹമ്മദ് ഷാഫി ഭട്ട് എന്ന് പറഞ്ഞ ആൾ എതിരില്ലാതെ, അത് ശ്രീനഗറിൽ ഇതിനു മുമ്പ്
ഫറൂഖ് അബ്ദുള്ളയും അതങ്ങനത്തെ ഒരു മേഖലയായതുകൊണ്ട് അവിടെ ധൈര്യമായിട്ട് ഒരാൾ എതിർ സ്ഥാനാർത്ഥിയെ കിട്ടില്ല ആ സമയത്ത്. അതെ. അപ്പോൾ അതുകൊണ്ട് ശ്രീനഗറിൽ മുമ്പ് ഫറൂഖ് അബ്ദുള്ളയും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1952 ആദ്യത്തെ തിരഞ്ഞെടുപ്പ്. അതെ അതെ. അതിൽ 5 പേര് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ആനന്ദ് ചന്ദ് ബിലാസ്പൂർ, ടി.എ. രാമലിംഗം ചെട്ടിയാർ കോയമ്പത്തൂർ, മേജർ ജനറൽ HS ഹിമ്മ സിംഗ് ജി ഹലാർ സൗരാഷ്ട്രയിൽ, ടി. സംഗന റായ്ഗഡ് ഫുൽബനി എന്ന് പറഞ്ഞ മണ്ഡലം, കൃഷ്ണാചാര്യ ജോഷി ഹൈദരാബാദിലെ യാദ്ഗിർ മണ്ഡലം. അത്രയും പേർക്ക് എതിരുണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേക കാലാവസ്ഥയാണ്. കോൺഗ്രസ്സുകാർക്ക് നിന്ന് കഴിഞ്ഞാൽ എതിരായിട്ട് ഒരാൾ നിൽക്കാനായിട്ട് പ്രയാസം പല സ്ഥലത്തും ഉണ്ടായിരുന്നു. എതിരില്ലാതെ ജയിച്ച മറ്റുള്ളവർ YB ചവാൻ നാസിക് പിൽക്കാലത്ത്, ഫറൂഖ് അബ്ദുള്ള ശ്രീനഗർ, SC ജമീർ നാഗാലാൻഡിലെ വലിയ നേതാവ്, ഹരികൃഷ്ണ മേത്താബ് അങ്കുൽ, TT കൃഷ്ണമാചാരി തിരുച്ചെന്തൂർ 1962. ഇതുവരെ ചരിത്രത്തിൽ 20 കോൺഗ്രസ് MP എതിരില്ലാതെ ജയിച്ചിട്ടുണ്ട്. നാഷണൽ കോൺഫറൻസും SP-യും 2 വീതം. മെയ് 7-നാണ് മറ്റേ അടുത്ത ഘട്ടം തിരഞ്ഞെടുപ്പ് ഗുജറാത്തിൽ നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ഒരു വിജയം വന്നിരിക്കുന്നു. പക്ഷേ ഈ വിജയത്തിനെ പറ്റി ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് കണ്ടാലും BJP എന്തോ ഒരു വലിയ പാതകം കാണിച്ചു. അങ്ങനെയാണ്. അരുണാചൽ പ്രദേശിൽ 10 MLA-മാരും എതിരില്ലാതെ ഇപ്പോൾ അതിനു മുമ്പ് 11 പേരും അതെ എതിരില്ലാതെ 10 പേരും BJP-യാണ്. അതെ അതെ. അപ്പോൾ കോൺഗ്രസ്സിന് ആദ്യകാലത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു മതിപ്പ് ഇപ്പോൾ അവർക്ക് തിരിച്ച് ആണ് അനുഭവപ്പെടുന്നത്. പകരം BJP-ക്ക് 10 MLA-മാരും ഒരു MP-യുമെങ്കിലും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന, അത് മാറുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയ മനസ്സിൽ വരുന്ന 2 തലമുറ കഴിഞ്ഞപ്പോൾ വന്നിരുന്ന വലിയ മാറ്റമാണ്. അതെ. ചിലപ്പോൾ ഈ ട്രെൻഡ് ഇനിയും പലപ്പോഴും തുടർന്നു എന്നും വരാം. കേരളത്തിൽ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല ഇല്ല ഇല്ല. ലോക്സഭയിൽ ഇല്ല. നമ്മളീ പറഞ്ഞത് ലോക്സഭ കാര്യങ്ങളാണ്. ലോക്സഭയിലും നിയമസഭയിലും ഉള്ളതായിട്ട് തോന്നുന്നു. ഇല്ല ഇല്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ആരെയും എതിരില്ലാതെ തിരഞ്ഞെടുക്കാൻ വിടില്ല. നമ്മൾ പ്രബുദ്ധരാണെന്നാണല്ലോ പറയുന്നത്. പ്രബുദ്ധ കേരളത്തിൽ അങ്ങനെ ആരെയും യുനാനിമസായി തിരഞ്ഞെടുക്കത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.